ഹായ് ചങ്കോളെ, ഇന്ന് ഞാൻ പോകുന്നത് ഒരു ലോങ് ട്രിപ്പാണ് കേട്ടോ. അതും നമ്മുടെ ചങ്ങാതിയായ ജിബിനാസിൻ്റെ ലോറിയിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ലോറി ഡ്രൈവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ത്യാഗങ്ങളും എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയെടുത്തൊരു ദിവസമായതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചങ്ക് വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ചങ്കരകുളത്ത് ഏറ്റവും വലിയ ടൈൽ സാനിറ്ററി സെൻ്ററായ ഏറ്റവും വലിയ ഷോറൂമായ ബിൽഡ് കെയർ സെൻ്ററിലെ ലോറി ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങൾ ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചങ്കിൻ്റെ ഡ്യൂട്ടി. അങ്ങനെ ഓർഡർ പ്രകാരമുള്ള ടൈൽസും സാധനങ്ങളെല്ലാം ലോറിയിൽ കയറ്റി ഞങ്ങൾ യാത്രയുടെ ഫസ്റ്റിൽ തന്നെ നല്ല മഴയും റോഡുകളെല്ലാം കുണ്ടും കുഴിയായിട്ടുള്ള യാത്രയായിരുന്നു. അങ്ങനെ രണ്ട് ചങ്കോൾ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി സംസാരങ്ങളും നല്ല ഹാപ്പി ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ ആയിട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഓരോ മണിക്കൂറുകൾ അനുസരിച്ച്, അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് അവൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ വൈഫായാലും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വിളിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചങ്ക് പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കർണാടകയിലെ ശിരൂരിൽ അപകടപ്പെട്ട നമ്മുടെ അർജുൻ ബ്രോയുടെ അപകടത്തെ തുടർന്നിട്ടും ഇപ്പോൾ നടക്കുന്ന വയനാട്ടിലെ ദുരിതങ്ങളുടെ വാർത്ത അറിഞ്ഞിട്ട് ആണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുപോലെയുള്ള വീട്ടുകാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഒരു സൈഡ് കൊടുത്തിട്ട് ഫോൺ ചെയ്യാനുള്ള സ്ഥലം ചില സമയത്ത് ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഫോണിൽ സംസാരിച്ചാൽ അപകടം വരുത്തി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു നിശ്ചിത സമയം വെച്ചിട്ട് നിങ്ങൾ കോൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്ന് ഞങ്ങൾ കോഴിക്കോടെത്തി. റോഡുകളെല്ലാം വെള്ളത്താൽ മൂടപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ ആദ്യം ചെന്നപ്പെട്ടത്. അങ്ങനെ അവിടുത്തെ സാധനങ്ങളെല്ലാം ഇറക്കി കൊടുത്തു. ഞങ്ങൾ തിരിച്ചു. യാത്ര തുടരുന്ന സമയത്ത് വേറൊരു കസ്റ്റമറുടെ കോൾ വന്നു. അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറിയതിനാൽ ഇന്ന് വരണ്ട, ഇന്ന് വണ്ടിയുമായിട്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല എന്നായിരുന്നു അവരുടെ കോള്. അങ്ങനെ നാട്ടിലേക്കുള്ള വരവിലാണ് ഞങ്ങളുടെ വണ്ടി കംപ്ലൈൻ്റായി. അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി അവിടെ നിന്നുള്ള കംപ്ലൈൻറ്റുകളെല്ലാം റെഡിയാക്കി യാത്ര തുടരുമ്പോഴാണ് കോട്ടക്കൽ എന്ന പറഞ്ഞ സ്ഥലത്ത് പിന്നെയും വണ്ടി കംപ്ലൈൻ്റായി. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ റേഡിയേറ്ററിൽ വെള്ളമില്ലാത്ത പോരായ്മയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് പൈപ്പ് കണ്ടെത്തുകയും അതിൻ്റെ അടുത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ വെള്ളമെല്ലാം സെറ്റാക്കി യാത്ര തിരിക്കുമ്പോഴാണ് വണ്ടിയിലെ എണ്ണ തീരാറായ സിഗ്നൽ കിട്ടിയത്. അങ്ങനെ HP പമ്പ് തിരഞ്ഞ് അവിടുന്ന് ഒരു HP പമ്പ് കണ്ടെത്തി ഞങ്ങൾ എണ്ണ അടിച്ചു. നാട്ടിലേക്ക് യാത്ര തിരിച്ചു. വീഡിയോയിൽ ബുദ്ധിമുട്ടുള്ള സമയത്തുള്ള രസകരമായ ചില കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇതുപോലെയുള്ള നിങ്ങളുടെ നല്ല ചങ്ങാതിയെയും ഇതുപോലെയുള്ള ലോറി യാത്രകളെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലേബി വ്ളോഗ് കുറ്റിപ്പുറത്തിൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക.